ശബരിമലയിൽ ദിലീപിന് ദർശനത്തിന് VIP പരിഗണന നൽകിയത് എന്തിനെന്ന് ഹൈക്കോടതി. പ്രായമായവർക്കും കുട്ടികൾക്കും ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയത് അതീവ ഗുരുതരമാണെന്നും ദിലീപിന് എന്താണ് പ്രത്യേക അധികാരമെന്നും ഹൈക്കോടതി ചോദിച്ചു. സംഭവിച്ചത് എന്തെന്ന് അന്വേഷിച്ച് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാട്. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തിന് പരിഗണന കൊടുക്കുന്നു? എന്തിന് പ്രത്യേകമായിട്ടുള്ളൊരു VIP പരിഗണന ഇത്തരം ആൾക്കാർക്ക് കൊടുക്കുന്നു? നമ്മൾ ഈ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവങ്ങൾക്ക് ഒരുപോലാന്ന് പറയും. എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും ദൈവങ്ങളുടെ മുമ്പിൽ ഒരുപോലെയാണ്. ദൈവങ്ങൾക്ക് അങ്ങനെ വേർതിരിവോ ഇങ്ങനെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനത്തെ സാധനങ്ങളൊന്നും ദൈവത്തിനില്ല എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പ്രത്യേക പരിഗണന, ബാക്കിയുള്ള ജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്, കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യകത എന്താണ്? ഈ ഒരു സംശയം എല്ലാവർക്കും ഇല്ലേ? കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഈ സൊസൈറ്റിയിൽ ഇനിക്വാളിറ്റി ഇല്ല, എല്ലാവരും ഈക്വൽ ആണ് എന്ന് കൺസിഡർ ചെയ്യുന്ന, നിയമമാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാവരും നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള വേർതിരിവ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പൊ ശബരിമലയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തടിച്ചുകൂടി ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. മാസങ്ങളായിട്ട് നൊയമ്പ് നോക്കിയിട്ട് വരുന്നവരുണ്ട്, 41 ദിവസം വ്രതമെടുത്ത് വരുന്നവരുണ്ട്, അതിനകത്ത് വൃദ്ധരുണ്ട്, വയ്യാത്ത ആൾക്കാരുണ്ട്, ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പ്രായമായിട്ടുള്ള വ്യക്തികളുണ്ട്, ഈ കിലോമീറ്ററോളം താണ്ടി നടന്നു വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കിലോമീറ്റർ നടന്നു വരുന്ന ആൾക്കാരുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നിട്ടാണ് ഈ ഭക്തരൊക്കെ തന്നെ ദൈവത്തെ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു VIP, ഒരു സിനിമാ നടൻ വരുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരോടൊക്കെ വേർതിരിവ് കാണിച്ചിട്ട് ഇയാളെ കൊണ്ട് മുമ്പിൽ കൊണ്ടങ്ങ് പ്രദർശിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ദൈവങ്ങളെ നോക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ട്രസ്റ്റുകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മനുഷ്യര് ഈ വേർതിരിവ് കാണിക്കുവാണ്. ഇനി ഇങ്ങനത്തെ വേർതിരിവ് ഇവിടെ പാടില്ല. ഇങ്ങനെ എല്ലാ ഭക്തജനങ്ങളും തടിച്ചുകൂടി നിൽക്കുന്ന സമയത്ത് അവരോടൊപ്പം വന്ന് അവര് കയറുന്നത് പോലെ, അവര് ക്യൂവിൽ നിന്ന് കയറുന്നത് പോലെ അവരോടൊപ്പം വന്ന് കയറട്ടെ. പണമുള്ളവൻ വലിയ എന്തോ സംഭവമാണ്, പണമില്ലാത്തവൻ താഴെയാണ്. ദൈവത്തിന് മുമ്പിൽ പണമുള്ളവനോ പണം ഇല്ലാത്തവനോ ഇല്ല, അങ്ങനെ ഒരു വേർതിരിവില്ല. 5-6 സിനിമകളിൽ അഭിനയിച്ചു, കുറെ സിനിമയിൽ അഭിനയിച്ച് ഫേമസ് ആയി, വലിയ സിനിമാ നടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്? ഇനിയിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ചില സെക്യൂരിറ്റി പ്രോട്ടോകോൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യം നോക്കാൻ വേണ്ടിയിട്ട് രാജ്യം കാക്കുന്നവരാണ് അവരൊക്കെ. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ണടയ്ക്കാം. കാരണം അവർ വരുന്ന സമയത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ജനങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവർക്ക്, ഈ സിനിമാ നടന്മാർക്കും ബിസിനസ്സുകാരന്മാർക്കും എന്തിനാണ് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്? അങ്ങനത്തെ പരിഗണനയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാ മനുഷ്യരും ഈക്വൽ ആണ് ദൈവത്തിന് മുമ്പിൽ. അത്രയും പേര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഇയാൾക്ക് മാത്രം പ്രത്യേക പരിഗണന. ഇതിപ്പം ദിലീപ് ആയതുകൊണ്ട് മാത്രമല്ല, അവിടെ ആരായിരുന്നെങ്കിലും ഞാൻ ഇതേ രീതിയിൽ തന്നെ പ്രതികരിച്ചേനെ. ഒരു സിനിമാ നടനും അങ്ങനത്തെ പ്രത്യേക പരിഗണന ദൈവത്തിന് മുമ്പിൽ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അയാളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊള്ളാം. ആ കാശിന്റെ ഹുങ്കൊന്നും ദൈവത്തിന് മുമ്പിൽ കാണിക്കേണ്ട കാര്യമില്ല. ഇമാതിരിയുള്ള ഇനിക്വാളിറ്റീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കി കളയണം. മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിൽക്കുമായിരിക്കും, ദൈവത്തെ ഇപ്പൊ കാണാലോ എന്ന്. ആ സമയത്ത് ദേണ്ടടാ വരുന്നു, ക്യൂ നിൽക്കുന്നില്ല, ഒന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് കയറി എവിടുന്നോ ഇല്ല വലിയ എന്തോ സംഭവത്തിന്റെ കൂട്ട് ഇരച്ച് കയറി അവിടെ വന്നിന്ന് തൊഴുന്നു പോകുന്നു. പിന്നെ സുഖമാണല്ലോ. അപ്പൊ ബാക്കിയുള്ള ജനങ്ങളെല്ലാവരും എന്തോ പൊട്ടന്മാരാണോ?